തൃശൂരിലേക്ക് പോയാൽ തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ നേട്ടം തുടരാനാകുമോ എന്നുള്ളതാണ് LDFന്റെ ആശങ്ക. മണലൂർ, നാട്ടിക, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നീ മണ്ഡലങ്ങൾ അടിയൊഴുക്കിനുള്ള സാധ്യത കാണുന്നുണ്ടെന്നാണ് കരുതുന്നത്. അതിനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയുന്നില്ല മുന്നണികൾ. കുന്നംകുളം, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ UDFന് ലഭിച്ചിട്ടുണ്ടാകാമെന്നും LDF വിലയിരുത്തുന്നു. ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണൻ നേടുന്ന വോട്ടുകൾ വിജയ പരാജയങ്ങളെ നിർണയിക്കും. ജില്ലയിൽ 5 ഇടത്തെങ്കിലും ജയിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നു. ജെയ്സൺ, തൃശൂരിൽ 1 ഡസനോളം മണ്ഡലങ്ങൾ കനത്ത പോരാട്ടം നടക്കുന്നവയാണല്ലേ, എന്ത് സംഭവിക്കും? LDFന് വലിയൊരു വീഴ്ച സംഭവിക്കുമോ? BJPയുടെ പ്രതീക്ഷകൾ അതെത്രത്തോളം അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരും? UDFന്റെ ആത്മവിശ്വാസം അത് എന്തായിരിക്കും മെയ് 4-ന് പ്രതിഫലിക്കുക? റോഷ്നി, സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ പല ജില്ലകളിലും ന്യൂനപക്ഷ ഏകീകരണത്തിലൂടെ തങ്ങൾക്ക് സീറ്റുകൾ കുറഞ്ഞാൽ, പക്ഷേ തൃശൂർ ജില്ല ഉൾപ്പെടെ 3 ജില്ലകൾ അത് തങ്ങളെ കൈവിടില്ലെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് LDF ഇപ്പോഴുമുള്ളത്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 13-ൽ 12 സീറ്റും നേടിയാണ് LDF അതിഗംഭീരമായ വിജയം തൃശൂരിൽ നേടിയത്. അതിൽ എന്തെങ്കിലും ക്ഷീണമുണ്ടാകുമോ എന്നതാണ് ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്ന വിലയിരുത്തൽ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള അടിയൊഴുക്കുകളും ഇത്തവണ പല മണ്ഡലങ്ങളിൽ നടക്കുമെന്ന വിലയിരുത്തൽ കൂടി വരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊടുങ്ങല്ലൂരും അതുപോലെ തന്നെ കുന്നംകുളത്ത് LDFന് വേണ്ടി മത്സരിക്കുന്നത് AC മൊയ്തീനാണ്, മുൻ മന്ത്രിയാണ്. അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയാണ്. BJP വോട്ടുകൾ വൻതോതിൽ UDFന് പോയിട്ടുണ്ടെന്ന വിലയിരുത്തൽ LDF തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ BJP നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അതേസമയം മുസ്ലിം വോട്ടുകൾ പ്രധാനമായും AC മൊയ്തീന് ലഭിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അതിൽ പോലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുന്നംകുളം ഒരു പ്രധാന മണ്ഡലമായി മാറും. അതേസമയം വടക്കാഞ്ചേരിയിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. വടക്കാഞ്ചേരിയിലും പല അടിയൊഴുക്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിൽ BDJSന് പകരം 2020 മത്സരിച്ചത്. അവിടെ B ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു BJPയുടെ. പക്ഷേ 2020 സ്ഥാനാർത്ഥി വന്നതോടുകൂടി BJP വോട്ടുകളിൽ വലിയ തോതിലുള്ള ഒഴുക്ക് പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തൽ BJPക്കും പോലുമുണ്ട്. അത്തരത്തിൽ പല മണ്ഡലങ്ങളും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് നാട്ടിക മണ്ഡലം. നിലവിലുള്ള LDFന്റെ MLA ആയ CC മുകുന്ദനാണ് BJP സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. നിരവധി വോട്ടുകൾ CC മുകുന്ദന് പോയിട്ടുണ്ടെന്ന വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ട്. എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുമെന്നതാണ് അവർ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം C രവീന്ദ്രനാഥും TN പ്രതാപനും അതുപോലെ തന്നെ KK അനീഷ് കുമാറും മത്സരിച്ച മണലൂർ മണ്ഡലം അതിശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ്. അവിടെ UDF വലിയ സാധ്യത വെച്ച് പുലർത്തുന്നുണ്ട്. ആ സാധ്യതകൾക്ക് മങ്ങലേൽക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തൃശ്ശൂരാണ് BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം. പക്ഷേ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അതീവ ദയനീയമായിരുന്നു അവരുടെ പ്രകടനം. 25,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ നേടാനായത്. പക്ഷേ അതിനെയെല്ലാം മറികടക്കാൻ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി, നായർ വികാരം ഉയർത്തി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനം BJP കാഴ്ചവെച്ചിരുന്നു. അതോടൊപ്പം തന്നെ NSS കോൺഗ്രസിനെ തുറന്നെതിർക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. LDFന്റെ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുക്കിയിട്ടുണ്ടെന്ന ഒരു ആത്മവിശ്വാസവും അവകാശവാദവും BJP ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായ ഒരു തിരഞ്ഞെടുപ്പാണ് സത്യത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഇത്തവണ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ഏകാധിപത്യം, അതായത് 12 സീറ്റ് എന്ന എണ്ണത്തിലേക്ക് LDFന് ഇത്തവണ എത്താൻ കഴിയില്ല എന്ന വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. എങ്കിലും പരമാവധി 10 സീറ്റെങ്കിലും നിലനിർത്താനാകുമെന്നാണ് ഇപ്പോൾ LDF പ്രതീക്ഷിക്കുന്നത്. അതേസമയം 5-ൽ കൂടുതൽ സീറ്റുകൾ തേടും. അതോടൊപ്പം തന്നെ 3-4 സീറ്റുകൾ കൂടി വിജയ സാധ്യതയുണ്ട്. അങ്ങനെ 9 സീറ്റുകളിലേക്ക് UDFന് എത്തിച്ചേരാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. ഏതായാലും മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ മണ്ഡലവും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിശക്തമായ മത്സരം നടന്ന ഏകദേശം 12ഓളം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഇത്തവണ അവസാന നിമിഷം വരെ ഒരു പക്ഷേ കാത്തിരിക്കേണ്ടി ഒരു ന്യൂനപക്ഷ ഏകീകരണ പല മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലുണ്ട്. പല പ്രമുഖരും കടപുഴകുമോ എന്ന ആശങ്ക അവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഏതായാലും നമുക്ക് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും. റോഷ്നി, തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് അറിയാൻ ആവേശത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്.